പ്രസൻറ്റ് സിമ്പിളും പ്രസൻറ്റ് കണ്ടിന്യൂസും ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻസുകൾ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ്. അതിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, WH ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ വെർബ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യനെ കുറിച്ച് ഞാൻ പറയുകയാണ്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ നിങ്ങൾക്ക് ഫോംസ് അറിയാം. സബ്ജക്റ്റിന് ശേഷം ഒന്നുകിൽ ഹാവ് വരും അല്ലെങ്കിൽ ഹാസ് വരും. അത് വെർബ് അനുസരിച്ച് വരും. സിംഗുലർ ആണെങ്കിൽ ഹാസ് വരും, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് വരും. പിന്നെ ശ്രദ്ധിക്കണം, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസുകളിൽ ക്രിയ എന്ന് പറയുന്നത് ഒരു നോൺ ഫൈനൈറ്റ് ആയ റിട്ടൺ ആണ്. WRITTEN റിട്ടൺ ആണ്. അതായത് അതിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാം. ഗോ ആണെങ്കിൽ ഗോ വെൻറ്റ് ഗോണാണ് വരിക, GON. ടേക്ക് ആണെങ്കിൽ ടേക്കണാണ് വരിക, TAKEN. ടേക്ക് ടുക്ക് ടേക്കൺ. കം കെയിം കം. ഗോ വെൻറ്റ് ഗോൺ. സ്പീക്ക് സ്പോക്ക് സ്പോക്കൺ. റീഡ് റെഡ് റെഡ്. ടേക്ക് ടുക്ക് ടേക്കൺ. അതുപോലെ തന്നെ ബൈ ബോട്ട് ബോട്ട് വാങ്ങുക എന്നുള്ളതുണ്ട്. ഈ തരത്തിലുള്ള മൂന്നാമത്തെ ക്രിയകളെ വരിക. ഇതിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാം. ഒരു സെൻറ്റൻസ് ഞാൻ മലയാളത്തിൽ പറയുകയാണ്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ വരുന്ന ഒരു മലയാള സെൻറ്റൻസ് ഞാൻ പറയുന്നു. അതിന് ഞാൻ എങ്ങനെയാണ് WH ക്വസ്റ്റ്യനിലേക്ക് മാറ്റുന്നത് പറയാം. അവർ എപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, എപ്പോൾ, വെൻ. അവർ എത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരാണ് അതിലെ സബ്ജക്റ്റ്. അപ്പോൾ എന്താണ് അവർ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നത് എന്താണ്? ദേ ഹാവ് റീച്ച്ഡ്. ദേ ഹാവ് റീച്ച്ഡ്. അപ്പോൾ വെൻ ഹാവ് ദേ റീച്ച്ഡ് ഹിയർ. അവർ എപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവൻ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊരു WH ക്വസ്റ്റ്യൻസിൽ വരുന്ന പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അവൻ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ WH വേർഡ് വാട്ടാണ്. വാട്ട് ഹാസ് ഹി കൊണ്ടുവരിക. അതിൻ്റെ V3 ആണ് വേണ്ടത്. ബ്രിങ് ആണ് കൊണ്ടുവരിക എന്നുള്ള അതിൻ്റെ V3. ബ്രോട്ട് ആണ്. ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്, BROUGH വെച്ചിട്ട്. അപ്പോൾ എന്താണ്? വാട്ട് ഹാസ് ഹി ബ്രോട്ട്. അവൻ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തൊരു സെൻറ്റൻസ്, അവൻ ആരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ WH വേർഡ് ഹുമാണ്. ഇതിലെ സബ്ജക്റ്റ് അവനാണ്. അപ്പോൾ എന്താണ്? ഹും. ആരാണ് ഇതിൻ്റെ സബ്ജക്റ്റ്? അവനാണ്. ഹും ഹാസ് ഹി ഹെൽപ്ഡ്. സഹായിക്കുക എന്നുള്ളതിന് V3 ഹെൽപ്ഡ് ആണ്. MT വാസുദേവൻ നായർ എത്ര നോവലുകൾ എഴുതിയിട്ടുണ്ട്. എത്ര നോവലുകളാണ് ഈ സെൻറ്റൻസിലെ WH വേർഡ്. അത് ഫുള്ളായിട്ടാണ് വരുന്നത്. ഹൗ മെനി നോവൽസ് ഹാസ് MT വാസുദേവൻ നായർ റിട്ടൺ. ഹൗ മെനി നോവൽസ് ഹാസ് MT വാസുദേവൻ നായർ റിട്ടൺ. നിങ്ങൾ എത്ര കവിതകൾ എഴുതിയിട്ടുണ്ട്. ഹൗ മെനി പോയംസ് ഹാവ് യു റിട്ടൺ. നിങ്ങളായതുകൊണ്ടാണ് ഹാവ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അതായത് നീ എത്ര ഒളിമ്പിക് മെഡലുകൾ നേടിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മളിപ്പോൾ നടക്കുന്ന ഒരു ഒളിമ്പിക്സിനെ കുറിച്ച് പറയുമ്പോൾ നീ എത്ര മെഡലുകൾ നേടിയിട്ടുണ്ട്. ഹൗ മെനി മെഡൽസ് ഹാവ് യു വൺ. WON വിൻ, വൺ നേടുക. നിങ്ങൾ എത്ര മാമ്പഴം തിന്നിട്ടുണ്ട്. ഹൗ മെനി മാംഗോസ് ഹാവ് യു ഈറ്റൺ. നീ എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഹൗ മെനി കൺട്രീസ്. അതാണ് അതിൻ്റെ ഫുൾ വേർഡാണ്. അതാണ് അതിൻ്റെ WH വേർഡ്. ഹൗ മെനി കൺട്രീസ് ഹാവ് യു വിസിറ്റഡ്. നിങ്ങൾ ഡൽഹിയിൽ എത്ര ദിവസം താമസിച്ചിട്ടുണ്ട്. ഹൗ മെനി ഡേയ്സ് ഹാവ് യു സ്റ്റേയ്ഡ് അറ്റ് ഡൽഹി. നിങ്ങൾ എത്ര സിനിമകൾ കണ്ടിട്ടുണ്ട്. ഹൗ മെനി മൂവീസ് ഹാവ് യു വാച്ച്ഡ്.
മമ്മൂട്ടി എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്? ഹൗ മെനി മൂവീസ് ഹാസ് മമ്മൂട്ടി ആക്റ്റഡ്?